ഹായ് ആൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്ലാസ് 12 ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. അതിൽ 3x3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുന്നതിനുള്ള പ്രോബ്ലംസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത പ്രോബ്ലം ഇതാണ്. കൺസിഡർ ദ ഡിറ്റർമിനൻറ്റ് ഡെൽറ്റ ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് 2, 3, 7, 1, 4, 2 and 1, 1, 3. ഫസ്റ്റ് പാർട്ട് ഇവാലുവേറ്റ് ഡിറ്റർമിനൻറ്റ് ഓഫ് ഡെൽറ്റ. സെക്കൻഡ് പാർട്ട് ഷോ ദാറ്റ് ഡിറ്റർമിനൻറ്റ് ഓഫ് ഡെൽറ്റ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 60. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ രണ്ട് പാർട്ടാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഡെൽറ്റ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഈ ഡിറ്റർമിനൻറ്റിന് ഒരു പേര് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ കണ്ടുപിടിക്കണം. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ആ ഡിറ്റർമിനൻറ്റ് വാല്യൂയുടെ സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ ഡിറ്റർമിനൻ്റ് ഒന്ന് എടുത്തെഴുതാം. ഓക്കെ, നമ്മളെപ്പോഴും ആൻസർ എഴുതുമ്പോഴേക്കും ആ തന്നിരിക്കുന്ന ഡിറ്റർമിനൻ്റ് ഒന്ന് എടുത്തെഴുതാനായിട്ടൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഡെൽറ്റ ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് 2, 3, 7, 1, 4, 2, 1, 1, 3. ഓക്കെ, അപ്പോൾ നമ്മളത് എടുത്തെഴുതിയിട്ടുണ്ട്. നമുക്കിനി എന്താ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡിറ്റർമിനൻറ്റ് ഓഫ് ഡെൽറ്റ ഈക്വൽ ടു അപ്പോൾ ഇതിൽ നോക്കിക്കേ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രോബ്ലം ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് ഏത് റോയോ അല്ലെങ്കിൽ ഏതൊരു കോളമോ ഉപയോഗിച്ച് നമുക്ക് ഡിറ്റർമിനൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അതിൽ നമ്മൾ കഴിഞ്ഞൊരു പ്രോബ്ലം ചെയ്തപ്പോൾ അതിൽ പ്രത്യേക ഒരു കാര്യം എടുത്ത് പറഞ്ഞിരുന്നു, കൂടുതൽ കൂടുതൽ സീറോ അടങ്ങിയിട്ടുള്ള റോയോ കോളമോ എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡിറ്റർമിനൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ നോക്കിക്കേ, പ്രത്യേകിച്ച് സീറോസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്കിവിടെ യൂസ് ചെയ്യാം. ഓക്കെ, ഏതെങ്കിലും റോയോ അല്ലെങ്കിൽ കോളമോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ ഫസ്റ്റ് കോളം എടുക്കാം അല്ലെങ്കിൽ ഫസ്റ്റ് റോ എടുക്കാം, ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് റോ ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ ഫോളോ ചെയ്യുവാണ്. അപ്പോൾ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ്, ഇപ്പോൾ 2 ഉള്ള റോയും കോളവും ഞാൻ ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ള 4 എലമെൻറ്റിനെ ഞാൻ ഡിറ്റർമിനൻറ്റിൽ എഴുതുവാണ്. 4, 2, 1, 3. അപ്പോൾ ആദ്യം ഞാൻ പ്ലസ് ആണ് എടുത്തത്. അപ്പോൾ അടുത്ത് എന്തായിരിക്കും? മൈനസ്. ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് 3 ഇൻറ്റു 3 ഉള്ള റോയും കോളവും ഞാൻ കളഞ്ഞു. ബാക്കിയുള്ള 4 എലമെൻറ്റ് 1, 2, 1, 3. അപ്പോൾ 1, 2, 1, 3. അപ്പോൾ പ്ലസ് മൈനസ് അടുത്ത് എന്തായിരിക്കണം? പ്ലസ് അല്ലേ? നമ്മൾ ഓൾട്ടർനേറ്റ് ആയിരിക്കും പ്ലസും മൈനസും വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് വരുന്നതെന്നും നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഫസ്റ്റ് റോയിലെ മൂന്നാമത്തെ എലമെൻറ്റ് ഏതാണ്? 7 ഇൻറ്റു 7 ഉള്ള റോയും കോളവും ക്യാൻസൽ ചെയ്താൽ ബാക്കിയുള്ള 4 എലമെൻറ്റ് 1, 4, 1, 1. അപ്പോൾ ഡിറ്റർമിനൻറ്റ് ഓഫ് 1, 4, 1, 1. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി? ഇത് നമുക്ക് സോൾവ് ചെയ്താൽ മതിയല്ലോ. വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ആദ്യം ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുക. ഇതൊരു 2x2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് അല്ലേ? നമ്മൾ അതെങ്ങനെ കണ്ടുപിടിക്കണം നമ്മൾ പഠിച്ചിട്ടുള്ളത്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 4 ഇൻറ്റു 3 മൈനസ് 2 ഇൻറ്റു 1 മൈനസ് 3 ഇൻറ്റു ഇവിടെ 1 ഇൻറ്റു 3 മൈനസ് 1 ഇൻറ്റു 2 അല്ലേ? അടുത്ത എന്താ? പ്ലസ് ഇവിടെ 7 ഇൻറ്റു 1 ഇൻറ്റു 1 മൈനസ് 1 ഇൻറ്റു 4. അപ്പോൾ നമ്മളതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയത് ഞാൻ ഇങ്ങോട്ടേക്ക് ഒന്നും കൂടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനെ ഒന്ന് സോൾവ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 4 ഇൻറ്റു 3 ഇസ് 12 മൈനസ് 2 ഇൻറ്റു 1 ഇസ് 2 മൈനസ് 3 ഇൻറ്റു 1 ഇൻറ്റു 3 ഇസ് 3 മൈനസ് 1 ഇൻറ്റു 2 ഇസ് 2 പ്ലസ് 7 ഇൻറ്റു 1 ഇൻറ്റു 1 ഇസ് 1 മൈനസ് 1 ഇൻറ്റു 4 ഇസ് 4. ക്ലിയർ അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 12 മൈനസ് 2 ഇസ് 10 മൈനസ് 3 ഇൻറ്റു 3 മൈനസ് 2 ഇസ് 1 പ്ലസ് 7 ഇൻറ്റു 1 മൈനസ് 4 ഇസ് മൈനസ് 3. ഇനി ഇതിന് നമുക്ക് സോൾവ് ചെയ്യാം. വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 10 20 മൈനസ് 3 ഇൻറ്റു 1 3 7 ഇൻറ്റു മൈനസ് 3 അല്ലേ? അപ്പോൾ പ്ലസ് മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ആകും. 7 ഇൻറ്റു 3 ഇസ് 21. അപ്പോൾ മൈനസ് 21 വിച്ച് ഇസ് ഈക്വൽ ടു 20 മൈനസ് 3 മൈനസ് 21 എത്രയാണ്? which is equal to minus 3 minus 21 is minus 24. അപ്പോൾ 20 മൈനസ് 24 എത്രയായിരിക്കും ആൻസർ വരുന്നത്? -4 ആണ് നമുക്ക് ഡിറ്റർമിനൻറ്റ് വാല്യൂ കിട്ടിയത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഡെൽറ്റയുടെ നമുക്ക് തന്നിരുന്ന ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി -4. ഇനി നമ്മളത് ചോദിച്ചിരുന്ന സെക്കൻഡ് പാർട്ട് എന്തായിരുന്നു? ഡെൽറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ടായിരുന്നു നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് ഡെൽറ്റ കിട്ടിയിരുന്നു. ഡെൽറ്റയുടെ വാല്യൂ എത്രയായിരുന്നു? -4 ആയിരുന്നു നമുക്ക് കിട്ടിയ ഡെൽറ്റയുടെ വാല്യൂ. ഓക്കെ, അതായത് ഡിറ്റർമിനൻറ്റ് ഓഫ് ഡെൽറ്റ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് -4 ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കാമെന്നാണ് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം -4ൻ്റെ സ്ക്വയർ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? 16 തന്നെയല്ലേ കിട്ടുന്നത്. അപ്പോൾ നമ്മളതും പ്രൂവ് ചെയ്തു. ക്ലിയർ? സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് 3x3
മെട്രിക്സിൻ്റെ ഒരു ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക. സെക്കൻഡ് പാർട്ട് നമുക്ക് തന്നിട്ടുണ്ട് 16 ആണെന്ന് പ്രൂവ് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടൊരു വാല്യൂ ആയിരിക്കും നമുക്ക് ഡെൽറ്റയിലെ ഡിറ്റർമിനൻറ്റ് വാല്യൂ ആയിട്ട് വരുന്നത്. ക്ലിയർ? അപ്പോൾ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്. എല്ലാവർക്കും തന്നെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നല്ല രീതിയിൽ തന്നെ ഡിറ്റർമിനൻറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് ഒന്ന് എഴുതി പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.